പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. ഘട്ടത്തിലാണ് നമ്മളിത് നടപ്പാക്കുന്നത്. ഓർഡിനറി ബസ്സുകളിലാണ് നടപ്പാക്കുന്നത്. ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇത് ആദ്യഘട്ടത്തിൽ ഇതാണ് നടപ്പാക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നുമില്ല. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇത് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 750-800 കോടി രൂപ ഒരു വർഷത്തിൽ ഗവൺമെൻറ്റിന് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ആദ്യ വർഷത്തിൽ തന്നെ. അത് KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അല്ല, ഓർഡിനറി ബസ്സിലാണല്ലോ ഇപ്പോൾ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ സൗജന്യം ഉണ്ടാവും. അല്ല, അവിടുത്തെ സർവീസുകളിലെ 28% ഉള്ളൂ KSRTC ബസ്സുകൾ. 28% KSRTC ബസ്സുകളുണ്ട്. തിരുവനന്തപുരത്തുള്ളത്തരം KSRTC ബസ്സുകൾ മലപ്പുറത്തില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ 28% ഉണ്ട്. ഓർഡിനറി ബസ് ഇല്ലായികയല്ല, 28% മൊത്തം സർവീസുകളിൽ 28% ഈ പറയുന്ന ജില്ലകളിലുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്കീമാണ്. അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ താങ്കളടക്കം കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ നന്നായി പഠിച്ച ആളുകളാണെന്നല്ല പറഞ്ഞു നടന്നിരുന്നത്. അപ്പോൾ ഇത് അന്ന് ഇതേക്കുറിച്ച് ഒരു ചിന്തയില്ലാതാണ്. പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ ഓർഡിനറി ബസ്സും ടൗൺ ടു ടൗൺ, തിരൂര്, മലപ്പുറം, മഞ്ചേരി എല്ലാം. ഇത് 2-3 പ്രാവശ്യം ഇതേ ചോദ്യം തന്നെ 3 പേര് ചോദിച്ചിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് മറുപടി പറഞ്ഞതാണ്. അത് പഠിച്ച് അതിനുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തുന്നു. പിന്നെ വഞ്ചന എന്നൊക്കെയുള്ള വാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ അനുവദിക്കാനുള്ളൊരു സ്കീം 800 കോടി രൂപയോളം വരുന്നൊരു ബാധ്യതയുള്ള ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ട് വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അഭിപ്രായമായിട്ട് അത് നാളെ എഴുതിക്കോ, സ്ത്രീകളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ വേറെ അഭിപ്രായമൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അല്ല, അത് ഉറപ്പായിട്ട് പരിശോധിക്കും. കോടതിയുടെ ഓരോ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കും, ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യും. അത് കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പരിശോധിക്കും തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനെ ഒരു കോടതി വിധിയെക്കുറിച്ച് സർക്കാർ കയറി കമൻറ്റ് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, സർക്കാർ, കോടതി ഒരു വിധി പറഞ്ഞു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഉള്ള അവരുടെ ആപ്ലിക്കേഷൻ അനുവദിച്ചു. അതിന് സർക്കാർ കയറി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ കോടതികളിലും നടക്കുന്ന കോടതിയുടെ നടപടിക്രമത്തിനെതിരായി എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് കമൻറ്റ് പറയാൻ പറ്റില്ല. അതൊരു കോടതിയുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. വേറെ ഓപ്ഷൻ ഗവൺമെൻറ്റിൻ്റെ അകത്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്, അതെല്ലാം പരിശോധിക്കും. അല്ല, അതെല്ലാം പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം പരിശോധിക്കും. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പരിശോധിക്കും. ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. അതുമാത്രമല്ലല്ലോ, സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ചൊരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്താമോ? ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്, സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം.
ആരാണ് ഇതിൻ്റെ പുറകിൽ? ആരാണ് ഇതിൻ്റെ പുറകിൽ? ഈ ക്യാമ്പയിൻ്റെ പുറകിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും. ഇത് ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കണം.